നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് 2-3 ദിവസമായിട്ട്. നമ്മളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ, പ്രത്യേകിച്ച് ഞാൻ മലപ്പുറം സ്വദേശി ആയതുകൊണ്ട് എന്റെ നാട്ടിലൊക്കെ റോട്ടിലേക്കോ അല്ലെങ്കിൽ ഊടുവഴികളിലേക്ക് ഇറങ്ങിയാൽ തന്നെ കാണാൻ പറ്റും, മൃഗങ്ങളെ കൊന്നുകൊണ്ട് ആ ഇറ്റിറ്റ് വീഴുന്ന ചോരകൾ, ആ ഒരു ചോരയുടെ രൂപത്തോടു കൂടി എരുമയുടെ, പോത്തിന്റെയും അതുപോലെ മൂരിയുടെയും ഒക്കെ കാളകളുടെയും ഒക്കെ തലയൊക്കെ വെട്ടി വളരെ ഭീതികരമായിട്ടുള്ള അവസ്ഥയിൽ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ഇറച്ചിവെട്ട് ശാലകളൊക്കെ എന്റെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്, മലപ്പുറം ജില്ലയായതുകൊണ്ട്. അത്തരത്തിൽ ആ ഒരു കാഴ്ച മലപ്പുറത്ത് മാത്രമല്ല, മനുഷ്യന്റെ തല വെട്ടിയിട്ടായാലും വേണ്ടില്ല, കൈകാൽ ഛേദിച്ചിട്ടായാലും വേണ്ടില്ല, അത്തരത്തിൽ കെട്ടിത്തൂക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇസ്ലാമിക ക്രൂരതയുടെ ഭാഗമായിട്ട്. പക്ഷെ നമ്മുടെ അയൽ രാജ്യത്ത്, തൊട്ടയൽ രാജ്യത്ത് നമ്മുടെ സഹോദരരെ കെട്ടിത്തൂക്കിയിട്ടുള്ള വളരെ മൃഗീയമായിട്ടുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഷെയ്വിങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഷെയ്വ് ഗാസ, അതല്ലെങ്കിൽ സേവ് ഗാസ എന്നുള്ളതിനെ ഷെയ്വിങ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ഗാസമാരും മറ്റുള്ള സ്ഥലങ്ങളും ഒക്കെ സേവ് ചെയ്യുന്ന ഒരുപാട് മുദ്രാവാക്യം കണ്ടിട്ടുള്ള നമ്മൾ, പക്ഷെ കേരളത്തിൽ ഒരാളും സേവ് ഈ ബംഗ്ലാദേശ് ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റോ ക്യാമ്പയിനോ കണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ വിഷയം തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ഇതുപോലെ മൃഗങ്ങളെയൊക്കെ കെട്ടിത്തൂക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവൻ പോകുന്നതിന് മുൻപ് തന്നെ ചോര ഇറ്റിറ്റ് വീഴുന്ന രീതിയിലേക്കൊക്കെ ഇന്ന് ബംഗ്ലാദേശിൽ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ കർണാടകയിൽ നമ്മൾ അർജുൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ ഈ പറയുന്ന മലയിടിഞ്ഞിട്ട് അതിന്റെ അടിയിലേക്ക് പോകുന്ന അവസ്ഥ കണ്ടു. വയനാട് ഉരുൾപൊട്ടിയ ദുരന്തം നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചത് നമ്മൾ കണ്ടു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾക്ക് ബംഗ്ലാദേശിൽ നിന്നും ഈ ഒരു അവസ്ഥ കൂടി കാണേണ്ടി വരുന്നു. എങ്ങനെയാണ് ഈ അവസ്ഥകളെ എല്ലാത്തിനെയും, ഇനി മുല്ലപ്പെരിയാറിനെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതും ചിന്തിക്കാവുന്നതാണ്. വലിയൊരു ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇതിനകം തന്നെ ഉയർന്ന് പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെല്ലാം കണക്ട് ചെയ്ത് അങ്ങയുടെ ഒരു വീക്ഷണം വരുന്നത് എങ്ങനെയാണ്? എനിക്ക് ആത്മീയ തലത്തിൽ മാത്രമേ ഇതിനെ വീക്ഷിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു തലത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ ഞാനത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ അനേക തരത്തില് ഡിസ്കഷൻ നടത്തുന്ന അല്ലെങ്കിൽ നിരന്തരം ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജ്ഞാനികളായിട്ടുള്ള അറിവുള്ള ആളുകളുണ്ട്. എനിക്കിതിന് ആത്മീയ തലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം, ബേസിൽ വേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള മാറ്റമാണ്. അധർമ്മം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ വ്യക്തികളും മാറാൻ തയ്യാറായാൽ ഇവിടുത്തെ അധർമ്മം ഇല്ലാതാവും. അധർമ്മത്തിന്റെ ബേസ് എന്ന് പറയുന്നത് ശവക്കറിയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം, ഇന്ന് അല്പം മുമ്പ് അങ്ങ് പറഞ്ഞത് എന്താണ്, ബംഗാളില് മനുഷ്യനെ വസ്ത്രമൊരിഞ്ഞ് അല്ലെങ്കിൽ തൊലി വിരിഞ്ഞ് അല്ലെങ്കിൽ ഇത്ര മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നു എന്നാണ്. ഈ പറയുന്ന വയനാട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ ഏത് തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റി നടക്കുന്ന സമയത്തും മനുഷ്യൻ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. മൃഗങ്ങളും അതേപോലെ തന്നെ ക്രൂശിക്കപ്പെടുകയാണ്. ആരുടെ ചെയ്തി കൊണ്ടാണ്? മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും അനുഭവിക്കുന്നത്. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ ഒരല്പം രോമം പോകുന്ന പോലെ മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്തൊരല്പം മണ്ണൊന്ന് ഇടിഞ്ഞു പോയി, ഒരല്പം വെള്ളം ഒന്ന് ഒഴുകിപ്പോയി, കുറച്ച് ആളുകൾ മരിച്ചു. അപ്പൊ നമ്മുടെ തലയിൽ കുറെ പെയിൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അതിനകത്ത് ഷാമ്പു അപ്ലൈ ചെയ്യുമ്പോൾ കുറെ പെയിനുകൾ താഴെ ചാടി പോയി മരിക്കും. നമ്മൾ അതിനോർത്ത് ദുഃഖിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ ചിന്തിക്കാറില്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേ ഉള്ളൂ. അധർമ്മത്തിൽ കൊണ്ട് വിളയാടി ജീവിക്കുന്ന ഒരു വലിയ സമൂഹമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അതിന് പ്രത്യേകിച്ച് ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെയോ മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ മതത്തിലും പറയുന്നത് ധർമ്മം തന്നെയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മത്തെ നമ്മൾ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് എല്ലാവർക്കും ധർമ്മത്തിന്റെ വഴിയിൽ ജീവിക്കാൻ പറ്റും. അധർമ്മി ആയിപ്പോയതുകൊണ്ട് എന്ത് പറ്റി? നമുക്കിന്ന് ധർമ്മം എന്താണെന്ന് അറിയില്ലാതെ വായി വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഏതൊരു സ്ഥലത്തും ഏതൊരു പ്രോബ്ലം ഉണ്ടാവുണ്ടെങ്കിലും അതിന്റെ ബേസ് എന്ന് പറയുന്ന അധർമ്മം തന്നെയാണ്. ഇപ്പൊ നമ്മളെല്ലാം മനുഷ്യരാണ്. ഈ മതം അങ്ങ് മാറ്റിവെച്ചോ. ഞാൻ ജനിച്ച് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, ഹിന്ദു ധർമ്മത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഞാൻ ഹിന്ദുവായി. മറ്റു പലരും മറ്റു സമുദായത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് അവർ ആ സമുദായത്തിലായി. അവരെ അത് ചൊല്ലി പഠിപ്പിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം സനാതന ധർമ്മത്തിന്റെ വക്താക്കളാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് സനാതന ധർമ്മമാണ്. അത് ഈ പറയുന്നത് എല്ലാ മതസ്ഥരും സനാതന ധർമ്മത്തിന്റെ വക്താക്കളാകാൻ പറ്റും. എങ്ങനെ? ഇന്നലെയും ഇന്നും നാളെയും സത്യമായിട്ടുള്ള എന്താണോ അതാണ് സനാതനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അഹിംസ ഇല്ല. നമ്മൾക്ക് സദ്ബുദ്ധി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും മാത്രം മതി. ഈ പഞ്ചശുദ്ധിയിൽ വരും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ അഹിംസ എന്ന് പറയുന്നത്. അഹിംസ എന്താ കേൾക്കുമ്പോൾ നമുക്ക് വിഷമിക്കുന്നതിന് കാരണം,
ഈ നാവിന് ഒരു 10 മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു 5 നിമിഷം നേരം ഈ തൊണ്ടയിൽ നിന്ന് കീഴോട്ട് പോയാൽ വെറും മലമായി പോകുന്ന വസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയോ ജീവജാലങ്ങളെയാണ് ഓരോ ദിവസവും കൊല്ലുന്നത്. ഈ സംസാരിക്കുന്ന നമ്മളിൽ എത്ര പേര് ശവക്കറി കഴിക്കാത്തവരുണ്ട്? നമ്മൾ ത്യാഗത്തിലൂടെ മാത്രമേ നന്മയിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇപ്പൊ ബംഗാളിലെ ഒരു പ്രശ്നം നമ്മൾ എടുത്തു വെക്കുമ്പോൾ നമ്മൾ നമ്മളിലെ പ്രശ്നം കൂടി നോക്കണം. ഇത് ബംഗാളിലുള്ളത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ അധികം ദൂരമില്ല. നമ്മുടെ ഇതേ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുക. അപ്പൊ അങ്ങ് പറഞ്ഞ് ഇവിടുത്തെ അനുഭവം ആവട്ടെ, ഉരുൾപൊട്ടലാവട്ടെ, മുല്ലപ്പെരിയാർ ഡാം ആവട്ടെ, ഇതെല്ലാം നമുക്ക് നിങ്ങൾ ഓരോരുത്തർക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ SMS മെഡിറ്റേഷൻ ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ശവക്കറി ഉപേക്ഷിക്കണം എന്നുള്ളത് അതിന്റെ ബേസ് ആയതുകൊണ്ട് തന്നെ ആർക്കും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം ത്യാഗം എന്ന് പറയുന്നത് ആർക്കും പറ്റുന്നതല്ല. നമുക്ക് ഇത്രയും ഊർജ്ജസ്വലതയോടുകൂടി സംസാരിക്കാൻ എളുപ്പമാണ്, പക്ഷെ ത്യാഗം ചെയ്യാൻ എത്ര പേര് തയ്യാറുണ്ട്? ഇപ്പൊ നമ്മളിൽ ഇരിക്കുന്ന 5 പേരിൽ ഈ 4 പേർക്കും ത്യാഗം ചെയ്യാൻ തയ്യാറാണോ? നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ സത്യം വദാ ധർമ്മം തരാന്നാ പറയുന്നത്. എങ്ങനെ സത്യം എന്തെന്ന് ആദ്യം നമ്മൾ അനുഭവിച്ചറിയണം, എന്നിട്ട് ധർമ്മത്തിൽ ചരിച്ച് നമ്മൾ ജീവിക്കണം. അത് സാധ്യമാവില്ലേ? നമുക്കൊരിക്കലും ഇതിനെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അധർമ്മം മാത്രമേ എന്നും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബംഗാളിൽ നടക്കുന്ന ഒരു തരത്തിലും നല്ലതല്ല, വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അവിടെ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ട് ചൂണ്ടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒന്ന് തിരുത്താൻ നോക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. ഇതല്ലെങ്കിൽ നാളെ ഇവിടെ സംഭവിക്കാൻ പോവാ. നമ്മുടെ കേരളത്തിൽ തന്നെ ചില ഏരിയകളുണ്ട്, ആ ഏരിയയുടെ പേരൊന്നും ഞാൻ പറയണില്ല. ആ ഏരിയയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ചിന്തിക്കാനും പറ്റില്ല, പറയാനും പറ്റില്ല. ഏതെങ്കിലും ഒരു ഏരിയയോ ഏതെങ്കിലും ഒരു വിഷയത്തെയോ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ മതത്തിന്റെ വക്താക്കൾ അതിനെ അങ്ങ് പിടിച്ചു പറയും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ ഞാൻ ഒരു ഹിന്ദു ആയിട്ട് തന്നെ പറയാം, ശ്രീനാരായണ ഗുരുവിന്റെ പരമ്പരയിൽ പെട്ടിട്ടുള്ള ഒരാളുകളും മത്സ്യമാംസം ഉപേക്ഷിക്കാൻ തയ്യാറില്ല. അവര് ഗുരുദേവനെ പറ്റി എപ്പോഴും പ്രകീർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മത്സ്യമാംസം കഴിക്കരുത്, ശവക്കറിയാണ്. ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ പറയുന്ന ഹിംസയെ പറ്റിയിട്ട്, അഹിംസയെ പറ്റി മാത്രമാണ്. പക്ഷെ അത് കേൾക്കാൻ ആരുമില്ല. അതിന്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുന്ന ആള് പോലും കരിമീനും നോൺ വെജും ഇല്ലാണ്ട് ആള് ജീവിക്കില്ല. ഒരു പ്രതിഷ്ഠയ്ക്ക് പോകുന്നതിന് മുമ്പ് അല്പമെങ്കിലും നോൺ വെജ് കഴിക്കാണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സമൂഹമാണ് നമ്മളിലുള്ളത്. അപ്പൊ നമ്മൾ ആരെയാണ് അധർമ്മത്തിന്റെ പേരിൽ പറയുന്നത്? ഈ അധർമ്മത്തിൽ ജീവിക്കുന്ന ഞാനും അതിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കേട്ടു, നമ്മുടെ ബ്രിട്ടാസ് പറഞ്ഞു, സന്യാസിമാർ അല്ലെങ്കിൽ പറയുന്ന ആത്മീയ ഇതിൽ ജീവിക്കുന്ന അവരെ കൊണ്ട് എന്ത് ഗുണമുള്ള, അവരെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ കൊള്ളില്ല, പാർലമെന്റിന്റെ മന്ദിരത്തിൽ കയറ്റാൻ പോലും കൊള്ളില്ല. അവർ ചെയ്യുന്ന ത്യാഗം എത്രയാണ്? അവർ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒരു സയന്റിഫിക് സ്റ്റഡി 6 മാസത്തേക്ക് നടത്തിയാൽ മതി. ഒരു നിയമം മൂലം കൊണ്ടുവന്ന് മത്സ്യമാംസം, അതേ ശവക്കറി കഴിക്കലാണെന്ന് നിർത്തുക, എന്നിട്ട് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന വ്യതിയാനത്തെ ഒന്ന് സ്റ്റഡി ചെയ്യുക. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും ആളുകളുടെ മാനസിക രീതി, പ്രവൃത്തി രീതി, ഇതിലെല്ലാം വ്യത്യാസം വരണത്. ഞാനിതൊരു തമാശയ്ക്ക് പറഞ്ഞതല്ല. ഞങ്ങളുടെ ഒരു റിസർച്ച് ടീം ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ട് 11 വർഷമായി. അന്ന് മുതൽ ഞാൻ ഇതിന്റെ പിന്നാലെയാണ്. കഴിഞ്ഞ 4.5 വർഷമായിട്ട് നമ്മൾ ഇതിന്റെ പിന്നാലെയുള്ള റിസർച്ചിൽ തന്നെയാണ്. ഞാൻ എവിടെയെങ്കിലും ഒരു സ്വാമിയായിട്ടൊരു ഗുരുവായിട്ടോ വന്നിരുന്ന് ആളുകളെ പറ്റിക്കാൻ പോകുന്ന ആളല്ല. എന്റെ എഡ്യൂക്കേഷൻ, എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഞാൻ ഇതിനെ സയന്റിഫിക് സ്റ്റഡി ആയിട്ട് കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുന്നിൽ ഭാരതീയ സംസ്കാരത്തെ ഏറ്റവും നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ വെറും ഒരു ഭാഗം മാത്രം ഞാൻ ഇപ്പോൾ പറയണത്. ചോദിച്ചത് ബംഗാളിലെ കാര്യമാണെങ്കിലും ഞാൻ നമ്മളിലെ കാര്യം തന്നെ പറയാം. നമ്മൾ ഈ മൃഗങ്ങളോട് ചെയ്യുന്ന ഇത് തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഇത് തന്നെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ദിവസം നമ്മളൊരു വഷള പിടിച്ച ഒരുത്തന്റെ കൂട്ടുകൂടി പോയിന്നിരിക്കട്ടെ, നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് അവന്റെ സ്വഭാവം കിട്ടൂലേ? ജീവിതകാലം മുഴുവൻ ഈ ശവക്കറി നിന്ന് ജീവിക്കുന്നവന്റെ സ്വഭാവം ഇപ്പൊ എന്തായിരിക്കും? ഇനി അറിയാവുന്ന മറ്റൊരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീ ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നല്ലത് കേൾക്കണം, നല്ലത് കഴിക്കണം. ഈ കുട്ടി വെളിയിൽ വരുന്ന കഴിയുമ്പോൾ അതിന്റെ നാവിലേക്ക് ആദ്യം വെച്ചു തുടങ്ങുന്നത് ശവക്കറിയാണ്. അപ്പൊ നല്ലത് കേൾക്കണം, നല്ലത് പറയണം, അല്ലെങ്കിൽ നല്ലത് കേൾക്കണം, നല്ലത് പറയണം എന്ന് പറഞ്ഞത് തീർന്നില്ലേ? അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹം എന്ന് പറയുന്നത് വളരെയധികം പൊല്യൂട്ടഡ് ആയിട്ട് കിടക്കുക. ഇതിനകത്താണ് ഓരോ ജന്മവും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ബേസ് പ്രോബ്ലം വന്നിരിക്കുന്നത് അന്യ സംസ്കാരം നമ്മളിലേക്ക് വന്ന് കയറിയതാണ് പറ്റിയത്.
നമ്മളെ മുഴുവനായിട്ടും അടിച്ചമർത്തപ്പെട്ട് ഒരു 250 വർഷം അല്ലെങ്കിൽ ഒരു 1500 വർഷം താഴെയാണെന്ന് നമ്മുടെ സംസ്കരിക്കപ്പെട്ട ഭാഷ കിടക്കുന്ന സംസ്കൃത ഭാഷ എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷയുടെ വൈബ്രേഷൻ ഇന്ന് ഭൂമിയിൽ ഇല്ല. നമ്മളൊന്നും ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ദൈവം പോലും കേൾക്കില്ലാത്ത അവസ്ഥയായി. ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഇത്രയും അനീതി ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ വിളിച്ച ദൈവം വിളി കേൾക്കേണ്ടതല്ലേ? ആണോ അല്ലയോ? പറ. കേൾക്കണം അല്ലേ? പക്ഷെ ദൈവം വിളി കേൾക്കുന്നില്ല. കാരണം എന്താ? ദൈവം വിളി കേൾക്കില്ല. ഇന്ന് ദൈവം എല്ലാം ഇരിക്കുന്നത് മറ്റൊരു ഡയമെൻഷനിലാണ്. മന്ത്രം, തന്ത്രം, യന്ത്രം, ഇതിനെ മൂന്നിനെയും ഒരു പ്രത്യേക രീതിയിൽ, ഇപ്പൊ നമ്മൾ സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാ? അതിന് താളവും ലയവും ശ്രുതിയും എല്ലാം വരുമ്പോഴേ നമുക്ക് കേൾക്കാൻ ഇഷ്ടമാവുള്ളൂ. അതുപോലെ തന്നെ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിനെ നമ്മൾ വിളിക്കുമ്പോൾ അതിന്റെ എല്ലാം ഒരേ താളഗതിയിൽ വന്നാൽ മാത്രമേ ആ ശബ്ദം അവിടെ പോയി അടിച്ച് അതിന്റെ വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ. ഇന്ന് യൂട്യൂബ് ഭഗവാൻ വഴി കേൾക്കുന്ന മന്ത്രം വെച്ച് നമ്മൾ പാട്ട് പോലെ ചൊല്ലും, അല്ലെങ്കിൽ നമ്മളുടെ താളത്തിനോ പാടും. ഒരു ദൈവവും ഒരു സ്ഥലത്തും കേൾക്കില്ല. കാരണം ഈ അധർമ്മത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ വിളിച്ചാൽ ദൈവം ഇന്ന് വിളി കേൾക്കില്ല. നമ്മൾ വെറുതെ കിടന്ന് കൂവി വിളിക്കാന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിനെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, ത്യാഗത്തിലൂടെ, ധ്യാനത്തിലൂടെ സഞ്ചരിക്കണം. ഇങ്ങനെ നമ്മൾ തയ്യാറായാൽ, അധർമ്മത്തിന്റെ പാതയിൽ നിന്ന് ധർമ്മത്തിന്റെ പാതയിലേക്ക് വരാൻ തയ്യാറായാൽ ഈ കാണുന്ന അനീതിക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റും. അത് വരുത്താൻ പറ്റുന്നത് ഒരേ ഒരു കൂട്ടർക്ക് പറ്റും, സനാതനികളായിട്ടുള്ള ഭാരതീയർക്ക്. മറ്റാർക്കും ഇത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. ഞാൻ ഇത്രയുമേ ഇതിന് പറയുന്നുള്ളൂ, എനിക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, തസ്മൈ ഗുരുജി, എനിക്കൊരു ചെറിയൊരു സംശയം കൂടി. കാരണം ഇപ്പോ നമ്മുടെ ഈ സംസ്കാരത്തെ, ഇപ്പോ ജാമിത ടീച്ചർ ഒരു നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് ടീച്ചർ തൽക്കാലം ഞാൻ ടീച്ചറുടെ ചെവിയിൽ കുറച്ച് പഞ്ഞി വെക്കുകയാണ്. വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെഷനാക്കി ഒരു 5 മിനിറ്റ് കൂടെ വെക്കുകയാണ്, ജയസൂര്യൻ സാറിന്റെയും രാമസിംഹജിയുടെയും പെർമിഷനോട് കൂടി. കാരണം അദ്ദേഹം നമുക്ക് 20 മിനിറ്റാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ആ ഒരു ചോദ്യം കൂടെ ചോദിക്കാനായിട്ട്. കാരണം നമ്മുടെ സംസ്കാരം തേടി നമ്മുടെ ഈ നാട്ടിലേക്ക് വിദേശികൾ ഒരുപാട് ഒഴുകുന്നുണ്ട്. അത് നമ്മൾ അമൃതാനന്ദമയി ആയിക്കോട്ടെ, മറ്റൊട്ടേറെ ആശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് വിലയില്ലാത്തൊരു സാധനം അവർ കൃത്യമായിട്ടും അതിന്റെ വില മനസ്സിലാക്കിയിട്ടല്ലേ? കാരണം അവരൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ഹൈ പൊസിഷനിലുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതും വലിയ കോടീശ്വരന്മാരും കോടീശ്വരിമാരും ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രാധാന്യം കൂടി ഒന്ന് വിവരിച്ചിട്ട് അങ്ങ് ലീവ് ചെയ്തോളൂ. കാരണം 20 മിനിറ്റ് അപ്പോഴേക്കും എന്തായാലും ആവും. ഓക്കെ, അവർക്ക് പ്രാധാന്യം മനസ്സിലാവാൻ കാരണം ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ വീട്ടിലുള്ളവർ എന്നെ അംഗീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ നിങ്ങളായിരിക്കും അംഗീകരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ കൊച്ചിലേ തൊട്ട് എടുത്തു വളർത്തിയത് എന്റെ മാതാപിതാക്കളാണ്. എന്റെ മലമൂത്ര വിസർജനവും ഞാൻ ഈ പറയുന്ന നഗ്നമായിട്ട് കിടക്കുന്നതും എന്റെ ചെറിയ ചാബല്യങ്ങളും ദേഷ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം എന്റെ കൂടെ കണ്ട് എന്നെ വളർത്തിക്കൊണ്ട് വന്നവരാണ് എന്റെ മാതാപിതാക്കൾ. അവർക്ക് എന്നെ വേറൊരു രീതിയിൽ ആംഗിളിലായിരിക്കും ചിലപ്പോൾ കാണുന്നത്. ഞാനൊരു ബ്രഹ്മജ്ഞാനിയായി എന്ന് അവർക്ക് പ്രൂവ് ചെയ്യപ്പെട്ടത് ഞാൻ ബ്രഹ്മജ്ഞാനം കിട്ടി 2, 3, 4, 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഇന്ന് അവരെന്നെ മകനെ പോലെ കാണുന്നതിനോടൊപ്പം ഒരു ഗുരുവായിട്ടാണ് കാണുന്നത്. ആ 5 വർഷം എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വ്യത്യാസമാണ്. ഈ അക്സെപ്റ്റൻസ് ഭാരതത്തിൽ ഇല്ലാത്തതിന് കാരണം ഭാരതത്തിൽ നമ്മൾ ചെറുപ്പം മുതലേ 30 മുക്കോടി ദൈവങ്ങൾ എന്ന് കേൾക്കുന്നുണ്ട്. ഈ ദൈവം എവിടെ ഇരിക്കണെന്നോ, ഈ ദൈവം ആരാണെന്നോ, ഇത് എങ്ങനെ കാണാൻ പറ്റുന്നോ, ഇത് ഇപ്പൊ ജാമിത ടീച്ചർ എത്തിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് എത്തിസ്റ്റ് ആയത്? ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലാത്തതിന്റെ ഒരു വ്യത്യാസമുള്ള അവർ പറയുന്നത് 100% സത്യമാണ്. എന്താണ് കാരണം? അവർക്ക് ഇല്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അവർ പോകണം, അതുകൊണ്ട് അവർ എത്തിസ്റ്റാണ്. ഞാൻ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ്. ജാമിത ടീച്ചർ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ വിരലിൽ ഉണ്ടാവുന്ന 5 ദിവസം കൊണ്ട് ഞാൻ ദൈവത്തെ കാണിച്ചു തരാം, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ. ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് ചലഞ്ച് ചെയ്ത് പറയാം. ഇതാണ് ഒരു ഗുരുവിന് പറ്റുന്ന കഴിവ് എന്ന് പറയുന്നത്. ഇതൊരു സന്യാസിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധാരണ വ്യക്തിക്കോ പറ്റില്ല. ഇത് ഓപ്പൺ ചലഞ്ച് ആയിട്ട് സമൂഹത്തിൽ ആര് വേണമെങ്കിലും പോരെ. ഇതിനോടകം 43,000 കേട്ടോ, 43,000 കുടുംബം എന്റെ അടുത്ത് വന്ന് ശവക്കറി തീറ്റ നിർത്തി സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. 1ഉം 2ഉം അല്ല, 43,000 കുടുംബം. ഞാനൊരു സ്ഥലത്ത് ചെറുതായിട്ട് ആരും അറിയാണ്ട് ഒതുങ്ങി ജീവിക്കാണ്. ഒരു പബ്ലിസിറ്റി ഇല്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു അവാർഡ് വേണ്ട, ഒരു റിവാർഡ് വേണ്ട. സയൻസും ആത്മീയതയും തമ്മിൽ ഒരു വലിയ വ്യത്യാസം കിടപ്പുണ്ട്. സയൻസിന് നമുക്ക് തൊണ്ട വിടാണ്ട് അങ്ങ് ഒഴുങ്ങിക്കളയാം. എവിടെയെങ്കിലും ഒരാള് സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിരന്തരം പരിശീലിക്കുന്നതാണ്. പരിശ്രമിച്ചാണ് സയൻസ് കണ്ടുപിടിക്കുന്നത്. അതൊരു ഡോക്യുമെന്റ് ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ തൊണ്ടയെ തൊടാണ്ട് അങ്ങ് പിടിക്കുമ്പോൾ നമുക്ക് അതിനൊരു പരീക്ഷണവും വേണ്ട.
വേറൊരു ചോദ്യം വേണ്ട. ആത്മീയത എന്ന് പറയുന്ന ഓരോ ഇൻഡിവിജ്വലും അനുഭവിച്ചറിയാം. അപ്പൊ ആത്മീയതയാണോ സയൻസ് ആണോ പവർ ഉള്ളത്? അതുകൊണ്ടാണ് ഈ ജാമിദ ടീച്ചറിനോട് പറഞ്ഞത് ഇവിടെ സയന്റിഫിക് എവിഡൻസ് അല്ല വേണ്ടത്. ഞാൻ ജാമിദ ടീച്ചറെ അനുഭവിപ്പിച്ചു കൊടുക്കുകയാണ്. സാക്ഷാൽ പരബ്രഹ്മം എന്താണെന്നും 30 കോടി ദൈവങ്ങൾ എന്താണെന്നും ഈ ആത്മസുഖം എന്താണെന്നും ഇവർ 5 ദിവസം കൊണ്ട് അനുഭവിച്ച അവരെ പ്രശ്നം തീർന്നു. അവര് നാളെ മുതൽ അവരും പറയും ഗുരുജി പറഞ്ഞത് ശരിയാണ്, ദൈവമുണ്ട്. ഇന്നലകളിൽ ഉണ്ടായ തെറ്റുകൾക്ക് പിന്നെ മാപ്പ് പറയേണ്ട ആവശ്യമില്ല, അവര് മാറിക്കഴിഞ്ഞു. ഇത്രയും ഉള്ളൂ ഈ വിശ്വാസം അവിശ്വാസവും. ഭാരതീയർക്കുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ഇങ്ങനെ അമ്പലവും പൂജയും വഴിപാടുമായിട്ട് നടക്കുകയാണ്. അവർക്ക് അതുകൊണ്ട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഒരു ഉദാഹരണം ചെറുതായിട്ട് പറഞ്ഞുതരാം. നമ്മൾ 41 ദിവസത്തെ 41 ദിവസമല്ലേ ശബരിമലയ്ക്ക് നോയമ്പ് പോകണേ അല്ലേ രാമസിംഹൻ സാറെ? ഓക്കെ, എനിക്കൊരു സംശയം പെട്ടെന്ന് പറഞ്ഞു പോയി. ഈ 41 ദിവസത്തെ നൊയമ്പ് നോറ്റ് നമ്മൾ ശബരിമലയ്ക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചാണ് തത്വമസി എന്ന്. തത്വമസി ആരാണ്? നിന്റെ ഉള്ളിൽ ഞാൻ തന്നെയാണ് ഇരിക്കണേന്നാണ് പറഞ്ഞു വിടുന്നത്. നീ അങ്ങോട്ടേക്ക് വരണ്ട. ഈ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ദൈവത്തിന് ഇരിക്കാൻ നമ്മൾ ശവപ്പറമ്പാക്കി കൊണ്ടു നടക്കുക. ഇതിൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടാവുമോ? ഇനി രണ്ടാമത്തത്, ഈ 41 ദിവസം അവനൊരു ജീവിതചര്യയാണ് പഠിക്കണത്. നൊയമ്പ് നോക്കി വൃത്തിയാക്കി ജീവിക്കാൻ പഠിച്ച് അവൻ ഭംഗിയായിട്ട് പോയിട്ട് തിരിച്ച് താഴെ പമ്പയിൽ എത്തുമ്പോഴേക്കും ഒരു ചെറുതും മേടിക്കും, ഒരു കോഴി മേടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ഇതിന് മനസ്സിലാവേണ്ട കൊച്ചു ഉദാഹരണം പറയാം. ഒരു കുഞ്ഞു കൊച്ചിനെ നമ്മൾ കുളിപ്പിച്ചു, അതിനറിയാത്തിരുത്തിച്ച് അമ്മ തുണി അലക്കാൻ പോയി. അവൻ മണ്ണിലിരുന്ന് കളിച്ച അമ്മ എന്ത് പറയും? നിന്നെ ഇപ്പൊ കുളിപ്പിച്ച് കയറ്റി വിട്ടാലടാ ഉള്ളൂ, ഇപ്പൊ നീ വീണ്ടും മണ്ണിൽ കളിക്കുകയാണോ എന്ന് ചോദിക്കും. ഇതേ കാര്യമാണ് നമ്മൾ ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ചെയ്യണത്. 41 ദിവസം നൊയമ്പ് നോക്കി ശബരിമല കയറിയിട്ട് തിരിച്ചു വന്ന് അതേ ശവക്കരയും കള്ളു കുടിച്ചോണ്ട് വീട്ടിലേക്ക് പോകും. അവിടെ നിന്ന് കിട്ടിയ പ്രസാദം പോലും പിന്നെ അവന് തൊടാൻ കൊള്ളാവോ? അവൻ മോളിൽ കയറ്റി വെക്കും. ഇത് തൊടല്ലേ, ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ട പ്രസാദമാണ്, ഇത് അവന് പോലും അറിയാം അപ്പൊ അത് തൊടാൻ കൊള്ളൂലാന്ന്. അപ്പൊ ഇങ്ങനെ ശവക്കര തിന്ന് കള്ളു കുടിച്ച് തോന്നിവാസം ജീവിക്കാൻ കൊള്ളാന്ന് എവിടെയോ നമുക്കറിയാം. ഇതാണ് ഭാരതീയരുടെ പ്രശ്നം. ഇംഗ്ലീഷുകാർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയേയില്ല. അവർക്കൊരു പുതിയ സംഭവമാണിത്. അവർക്ക് ഇത് ആശ്ചര്യത്തോടു കൂടിയാ വന്നത്. അവരോട് പറയാണ് തല കുത്തി നിൽക്കുന്നവർ അവർ തല കുത്തി നിന്നോളും. ഇന്ത്യക്കാരുടെ അടുത്ത്, പ്രത്യേകിച്ച് മലയാളികളുടെ അടുത്ത്, കമ്മ്യൂണിസം തലയ്ക്ക് കയറിയവരുടെ അടുത്ത് പറഞ്ഞ ദൈവത്തെ നിങ്ങൾ ആരെയും കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനെ തലല്ലേ കേട്ടോ. കമ്മ്യൂണിസം തലയ്ക്ക് കയറിയ ദൈവവിശ്വാസം അവന് ഉണ്ടാവില്ല. ഞാനൊരു SFI കാരനാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറി ഞാൻ തൊട്ടിച്ചിട്ട് ഇങ്ങനെ തൂത്തു കളഞ്ഞു നടക്കുന്നത്. കാരണം എന്താ? അമ്പലത്തിൽ പോണത് ആ പരീക്ഷയുടെ തലേദിവസ. പിന്നെ ഒന്നും പഠിപ്പിക്കാനുള്ള ധർമ്മം. ദൈവം ഇല്ല, ദൈവം ഇല്ല, ദൈവം ഇല്ല എന്ന് തന്നെയാ പഠിപ്പിക്കുന്നത്. നമ്മളത് തന്നെയാ വിശ്വസിക്കുന്നത്. ഇതാണ് മലയാളിയുടെ പ്രശ്നം. ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെ ഇല്ല. പക്ഷെ നമ്മൾ എന്ത് പറ്റി? നമ്മൾ ഇന്ന് അധർമ്മികളുടെ കൂട്ടാണ് മുഴുവൻ കൂടുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നറിയോ? അപ്പുറം ഇരിക്കുന്ന മുസ്ലിമിനും ഇപ്പുറം ഇരിക്കുന്ന ക്രിസ്ത്യാനിക്കും മത്സ്യമാംസം കഴിക്കുന്നത് ഒരു കുഴപ്പമില്ല, പിന്നെ നമുക്ക് എന്താ കുഴപ്പമെന്ന്? അവരുടെ ഗ്രന്ഥം അനുശാസിക്കുന്ന നിയമം അതാണ്. അവരെങ്ങനെ ജീവിച്ചാലും അവർക്ക് ഖബറിലും കുഴിമാടങ്ങളിലേ പോയി കിടക്കാൻ പറ്റുള്ളൂ. അവിടെ 2 മലക്കും 2 മാലാഖയും വരും. ജീവനും ബോധവും സാക്ഷിയും വന്ന് അവർക്ക് കർമ്മഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. സനാതന ധർമ്മം അനുശാസിക്കുന്ന എന്താണ്? 12000 15000 വർഷം പഴക്കമുള്ള സനാതന ധർമ്മത്തില് നമ്മൾ ഹോമോസാഫിയൻസ് ആണ് എന്ന് വിശ്വസിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പോഴും. നമ്മൾ അങ്ങനെ ആയിരുന്നു എന്ന് 12000 15000 വർഷം മുമ്പ് സനാതന ധർമ്മത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ശരീരം പഞ്ചഭൂതമാക്കുന്നതോടുകൂടി അവന്റെ കർമ്മഫലത്തിൽ നിന്ന് മുക്തിയാവുന്നു. ഇത്രയും ശ്രേഷ്ഠമായിട്ട് ഈ സംസ്കാരത്തെ വിശദീകരിക്കാൻ ഗുരു പരമ്പരയ്ക്ക് കഴിയുമായിരുന്നു. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ ഒരു സംസ്കാരം നമ്മൾ ഉണ്ടായിട്ടും നമ്മൾ ഞണ്ടിന്റെ കൂട്ടുകൂടിയാണ് നടക്കുന്നത്. അപ്പുറത്തെ അവൻ ശവക്കറി കൂട്ടുന്നു, ഇവിടുത്തെ മീൻകറി കൂട്ടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അവന്റെ കൂട്ടുകൂടും. അവന് നമ്മളൊരു ഭക്ഷണം കൊടുത്തു നോക്കി, അവൻ കഴിക്കില്ല. അവൻ പറയുന്നത് അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല എന്ന പള്ളിയിൽ അച്ഛൻ പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ ഞങ്ങളോട് ഉസ്താദ് പറഞ്ഞേക്കണത് ഹിന്ദുക്കൾ തന്നെ കഴിക്കാൻ പാടില്ല എന്നാണ്. ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ? ഹിന്ദുവിന് ഒന്നുമില്ല. ആര് മലം പൊതിഞ്ഞു കൊടുത്താലും തിന്നോളും. പൊതിയണം നന്നാവണം എന്ന് മാത്രമേ ഉള്ളൂ. സത്യമാണോ ഞാൻ പറഞ്ഞത്? അല്ലെങ്കിൽ ശവം തോണ്ടി കുഴിന്തോണ്ടി പേരിട്ട നമ്മൾ കഴിക്കുമോ? പേര് തന്നെ ശവം തോണ്ടി. ഒരു ഈച്ച ചായയിൽ ചത്ത് കിടന്ന് നമ്മൾ കഴിക്കില്ല. ഒരു കോഴീനെ തല്ലി കൊന്ന് ചോറിന്റെ ഉള്ളിൽ പൂത്തി വെച്ചു കൊടുത്താൽ അതിന് ബിരിയാണി എന്ന് പേരിട്ടാ നമ്മൾ തിന്നോളും. അപ്പൊ നമുക്ക് എവിടെയാ കിടക്കണ ബുദ്ധി? ഇതാണ് ഭാരതത്തിന്റെ പ്രശ്നമുള്ളൂ. ഇതൊന്നും മാറി വരാൻ ഇനി ഇംഗ്ലീഷുകാർ വന്ന് പറയണം. ഞാൻ തൊണ്ട കീറി പറഞ്ഞാലൊന്നും മാറില്ല. ഞാനിങ്ങനെ മൂലയ്ക്കിരുന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ സമയം തീർന്നു.